ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് എനിക്കൊപ്പം മേയർ ആര്യ രാജേന്ദ്രനും ഡെപ്യൂട്ടി മേയർ പി കെ രാജുവുമാണ് ചേരുന്നത്. പൊങ്കാല ഒരുക്കങ്ങളെക്കുറിച്ച് ചോദിക്കുന്നില്ല, കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തുടങ്ങിയതാണ് ആ ഒരുക്കങ്ങളൊക്കെ തന്നെയും. ഇന്ന് അതിൻ്റെ ഒരു സമാപനത്തിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും. എങ്ങനെയായിരുന്നു നഗരസഭയുടെ മൊത്തത്തിലുള്ള ടോട്ടൽ ക്രമീകരണങ്ങൾ എങ്ങനെയായിരുന്നു? വളരെ നേരത്തെ തന്നെ ആരംഭിച്ച മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെയുള്ള ക്രമീകരണങ്ങളും അതിനുശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതിപ്രാധാന്യത്തോടുകൂടി നഗരസഭ കാണുന്ന ഒന്നാണ്. എല്ലാ വകുപ്പുകളെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നുകൊണ്ട് എല്ലാ വകുപ്പുകളും ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ചെയ്യേണ്ട പ്രവർത്തികൾ, അത് റോഡ് ടാറിംഗ് ഉൾപ്പെടെ, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ മാറ്റുന്നത് ഉൾപ്പെടെ, ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു. ഇന്നിനിപ്പോൾ പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞാൽ നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വരുന്നതിന് ശേഷമാണ്. പൊങ്കാലയ്ക്ക് ശേഷം വരുന്ന 3200ഓളം വരുന്ന ജീവനക്കാരെ അണിനിരത്തിക്കൊണ്ടാണ് നഗരസഭ ഇത്തവണത്തെ ശുചീകരണ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഈ പൊങ്കാല ദിവസം പൊങ്കാല സമയം കഴിഞ്ഞ് അധികമായുള്ള പ്രവർത്തനങ്ങൾ വരിക. മറ്റെല്ലാ വകുപ്പുകൾക്കും പൊങ്കാല കഴിഞ്ഞതോടുകൂടി അവരുടെ ചുമതലകൾ അത് കഴിഞ്ഞാൽ അവസാനിക്കുന്നതാണ്. പക്ഷേ നഗരസഭയും പോലീസിനെയും സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ നടത്തിയ പ്രവർത്തനം പോലെ തന്നെ അതിനേക്കാൾ എഫേർട്ട് ഇട്ട് നമ്മൾ നടത്തുന്നത് പൊങ്കാലയ്ക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങളാണ്. അത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ കാണുന്നത്. പൊങ്കാല ദിവസം പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ, ദേവിക്ക് ഭക്തർ സമർപ്പിച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പൊങ്കാല തലസ്ഥാന നഗരിയിൽ നടന്നിട്ടുണ്ടോ എന്ന് പോലും അത്ഭുതത്തോടുകൂടി നമ്മൾ ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും. അതെങ്ങനെയാണ്? കൃത്രിമ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് കൃത്യമായ സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ അതിനെ പൂർണ്ണമായി നീക്കുന്നതാണോ ഈ മാലിന്യങ്ങളും ചുടുകട്ടകളും അടക്കമുള്ള കാര്യം? തീർച്ചയായിട്ടും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, ഹരിതകർമ്മസേന പ്രവർത്തകർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, തിരഞ്ഞെടുക്കുന്ന വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ നല്ല ഇന്റൻസീവായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഒരു പൊങ്കാല നടന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിലേക്കുള്ളൊരു ശുചീകരണമാണ്. രാത്രി റോഡ് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാലാണ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുന്നത്. അതെ, ഈ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തതെല്ലാം അത് തന്നെയാണ്. ഇന്ന് വേനലായതുകൊണ്ട് തന്നെ 3 മണിക്കാണ് നമ്മുടെ ശുചീകരണ പ്രവർത്തനം ആരംഭിക്കുന്നത്. തൊഴിലാളികൾ രാവിലെ മുതൽ തന്നെ അവർക്ക് ചുമതലയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകും. പക്ഷേ 1 മണിക്ക് നേദിച്ചു കഴിഞ്ഞാൽ കൃത്യം 3 മണിക്ക് നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മേയർ പറഞ്ഞതുപോലെ വളരെ മുൻകരുതലെടുത്തു നഗരസഭ. ജില്ലാ ഭരണകൂടവും സർക്കാരും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല എല്ലാ വർഷവും വളരെ സമാധാനപരമായി ഒരു പ്രശ്നവുമില്ലാതെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി മേയറുടെ നേതൃത്വത്തിലും 2 ജില്ലയുടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട 2 മന്ത്രിമാർ ശ്രീ വി ശിവൻകുട്ടി, അതുപോലെ തന്നെ GRNലും മേയറും ഭരണകൂടവും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും മേയറും ഡെപ്യൂട്ടി മേയറും സൂചിപ്പിച്ചതുപോലെ തന്നെ പൊങ്കാല കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തലസ്ഥാന നഗരം കൃത്രിമ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് ശുചീകരിക്കുന്നതടക്കമുള്ള പ്രവർത്തികൾ ഇനി നിർവഹിക്കേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പൊങ്കാല അടുപ്പിൽ അഗ്നി പകരും. തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറുന്ന കാഴ്ചയായിരിക്കും നമുക്ക് അപ്പോൾ കാണാനും കഴിയുക. ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.